എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പ്. നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഹൈഡ്രോളിക് ജമ്പ് കാരണം അതിൻ്റെ അകത്തുണ്ടാകുന്ന ഡെപ്തിൻ്റെ വേരിയേഷൻ എത്ര എന്നുള്ളത് നമ്മളൊരു ഇക്വേഷനൊക്കെ പഠിച്ചു. ഇനി നെക്സ്റ്റ് ആണ് അതിൻ്റെ അകത്ത് ലോസ് ഓഫ് എനർജി വരുന്നത്. നമുക്കറിയാം ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളൊരു വാട്ടർ ഫ്ലോ ചെയ്ത് നമ്മളെന്താണ് ഒരു ഒബ്സ്ട്രക്ഷൻ വഴി താഴോട്ട് ചാടി കഴിയുമ്പോൾ ഇവിടെ എന്താണ് വെള്ളം നമുക്കെന്താണ് ഫോം ചെയ്യും. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ വെള്ളം നമുക്കിവിടെ എന്താണ് വെള്ളം നമ്മളിപ്പോൾ പതഞ്ഞായിരിക്കും പൊങ്ങുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സ്പിൽവേന്നോ ഒക്കെ വെള്ളം നമ്മളെന്താണ് പുറത്തോട്ട് ചാടുമ്പോൾ അതിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ എന്തായിരിക്കും പതഞ്ഞൊക്കെ ആയിരിക്കും പൊങ്ങിയായിരിക്കും പോകുന്നത്. പതഞ്ഞും ഭയങ്കര ടർബുലൻസിലൊക്കെ ആയിരിക്കും പോകുന്നത്. ആ ടർബുലൻസും അല്ലെങ്കിൽ ആ വാട്ടറിനകത്ത് ഈ പതഞ്ഞ് പൊങ്ങിയൊക്കെ ചുറ്റിയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ചുറ്റലിനെയൊക്കെ നമ്മളെന്താണ് ഇതിനകത്ത് എനർജി ലോസസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റും, ഹൈഡ്രോളിക് ജമ്പ് നടക്കുമ്പോൾ അവിടെ ലോസ് ഓഫ് എനർജി ഉണ്ടാകും. അത് എന്തിൻ്റെയൊക്കെ ഇതിലായിരിക്കും ഡ്യൂ ടു എഡീസ് ഫോർമേഷൻ ആൻഡ് ടർബുലൻസ് ആയിരിക്കും കാരണം. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ അകത്ത് ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച സ്പെസിഫിക് എനർജി വെച്ചായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്തുവായിരുന്നു സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോയിങ് എന്തായിരുന്നു എനർജി പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് എ ലിക്വിഡ് വിത്ത് റെസ്പെക്ട് ടു ബോട്ടം ഓഫ് ദി ചാനൽ ടേക്കൺ ആസ് റെഫറൻസ്. അതിനെയായിരുന്നു നമ്മൾ എന്താണ് സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞു തരുന്നത്. നമുക്കിനി അവിടുത്തെ ലോസ് ഓഫ് എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പ്. നമുക്ക് ഡൗൺ സ്ട്രീം സൈഡ് ഹൈഡ്രോളിക് ജമ്പ് കാരണം എത്രയാണ്, അപ്പോൾ നമുക്ക് അതിനെ HL ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. HL E1 - E2. കാരണം നമുക്ക് ഡൗൺ സ്ട്രീം സൈഡിലാണ് എനർജി ലോസ് വരുന്നത്, അതുകൊണ്ട് ചെറിയ വാല്യൂ അതായിരിക്കും. നമ്മൾ ഹൈഡ്രോളിക് എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു, സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ എന്താ, H + V²/2g എന്നായിരുന്നു നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ ഇവിടെ Hന് വരെ D ആവുന്നതേ ഉള്ളൂ, D1 + V1²/2g മൈനസ് D2 + V2²/2g എന്നായിരിക്കും നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് എന്തായിരിക്കും, ഇനി നമുക്ക് V1ൻ്റെ വീഡിയോ ടേംസിനെല്ലാം അടുപ്പിച്ച് എഴുതാം. അപ്പോൾ എന്താണ് V1²/2g മൈനസ് V2²/2g മൈനസ് D2 മൈനസ് D1 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് V1നെ നമുക്ക് എന്താണ് V1 = Q/D1 നമുക്ക് എഴുതാമല്ലോ. അതുപോലെ തന്നെ V2നെ നമുക്ക് എന്തായിരിക്കും Q/D2 എന്ന് എഴുതാം. നമ്മൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, Q² / 2g D1² മൈനസ് Q² / 2g D2² എന്ന് പറഞ്ഞ് നമുക്ക് വരും, മൈനസ് D2 മൈനസ് D1 എന്ന് പറഞ്ഞ് വരും. നമുക്കെന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് Q² നമുക്ക് പുറത്തൊരു കോമൺ ടേംസ് ഏതൊക്കെയായിരുന്നു, Q² / 2g എന്നുള്ളത് കോമൺ ആയിട്ട് വരും. എന്നിട്ട് എന്തായിരിക്കും വരുന്നത് 1/D1² മൈനസ് 1/D2² മൈനസ് D2 മൈനസ് D1 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. നമുക്കിനി എന്താണ് ഒന്ന് റീഅറേഞ്ച് ചെയ്തേക്കും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ എഴുതുമ്പോൾ എങ്ങനെ ആയിരിക്കും, Q² / 2g ഇൻറ്റു D2² മൈനസ് D1² D1² D2² മൈനസ് D2 മൈനസ് D1 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് നേരത്തെ അറിയാം, നമ്മൾ ക്യൂവിൻ്റെ നമ്മൾ ഡെപ്തിൻ്റെ ഡെറിവേഷൻ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചെന്ന് Q² = G D1 D2 ഇൻറ്റു D2 + D1 /2 എന്ന് പറഞ്ഞ് നമുക്കൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയായിരുന്നു. ഈ ഇക്വേഷൻ നമ്മൾ എന്താണ് ഈ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും കിട്ടുക, HL = G ഇൻറ്റു D1 D2 ഇൻറ്റു D2 + D1/2 ഇൻറ്റു 1/2g ഇൻറ്റു D2² മൈനസ് D1² D1² D2² മൈനസ് എന്താണ് D2 മൈനസ് D1 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കോമൺ ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയാണ്, ഇവിടെ D1 D2 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഒരു സ്ക്വയർ ക്യാൻസൽ ആയിപ്പോൾ, Gയും ഉണ്ട്. ബാക്കി എന്തായിരിക്കും വരുന്നത്, 1/4 ഇൻറ്റു D2 + D1 ഇൻറ്റു
d2 സ്ക്വയർ മൈനസ് d1 സ്ക്വയർ ഡിവൈഡഡ് ബൈ d1 d2 വരും. പിന്നെ ഒരു മൈനസ് d2 മൈനസ് d1 ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ d2 സ്ക്വയർ മൈനസ് d1 സ്ക്വയറിന് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ഫോമിലോട്ട് നമ്മൾ മാറ്റാം. അപ്പോൾ എന്തായിരിക്കും 1/4 ഇൻറ്റു ഞാനിപ്പോൾ 1/4 d1 d2നെ പുറത്തോട്ട് എടുക്കുക. d1 d2 ഇൻറ്റു ഇതെല്ലാം ഒരു ടേം തന്നെയാണല്ലോ. അപ്പോൾ എന്തായിരിക്കും d2 പ്ലസ് d1 ഇൻറ്റു d2 പ്ലസ് d1 ഇൻറ്റു d2 മൈനസ് d1 എന്ന് പറഞ്ഞ് നമുക്കൊരു ഫോമിൽ എഴുതാം. ഇത്രയാണ് മൈനസ് d2 മൈനസ് d1 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അപ്പോൾ എന്തായിരിക്കും ഇനി നമുക്ക് എന്തായിരിക്കും ഇത് ഡിനോമിനേറ്റർ എന്താണെന്ന് വന്നേക്കുന്നത്. നമുക്കിനി ഒരു നോക്കി നമുക്ക് വേണ്ടത് രണ്ട് ടേംസിനാണ് d2 മൈനസ് d1 എന്ന് പറയുന്നൊരു ടേം കോമൺ ആയിട്ടുണ്ട്. നമുക്കതിനെ പുറത്തെടുക്കണം. അപ്പോൾ എന്താണ് d2 മൈനസ് d1 ഇൻറ്റു ഇപ്പോൾ എന്താണ് ബാക്കി വരുന്നത് d2 പ്ലസ് d1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4d1 d2 മൈനസ് 1 എന്നായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഈ d2 പ്ലസ് d1 ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ എന്താണ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ളതിൻ്റെ ഡെറിവേഷന് എക്സ്പാൻഡ് ചെയ്യുന്നത് എഴുതാം. അപ്പോൾ എങ്ങനെ ആയിരിക്കും d2 മൈനസ് d1 ഇൻറ്റു എന്തായിരിക്കും d2 സ്ക്വയർ പ്ലസ് 2d1 d2 പ്ലസ് d1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4d1 d2 മൈനസ് 1 എന്നായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ 4d1 d2നെ നമുക്കെന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. d2 മൈനസ് d1 ഇൻറ്റു d2 സ്ക്വയർ മൈനസ് 2d1 d2 പ്ലസ് d1 സ്ക്വയർ മൈനസ് 4d1 d2 ഡിവൈഡഡ് ബൈ 4d1 d2 എന്ന് പറയും. ഇതിൻ്റെ അതൊന്ന് കുറയ്ക്കുമ്പോൾ ബാക്കി എന്തായിരിക്കും കിട്ടുന്നത് d2 മൈനസ് d1 ഇൻറ്റു d സ്ക്വയർ മൈനസ് 2d1 d2 പ്ലസ് d1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4d1 d2 എന്നായിരിക്കും കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലാണ് d2 മൈനസ് d1 ദ ഹോൾ സ്ക്വയർ എന്നുള്ള ടേമിലായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായിരിക്കും എന്ന് d2 മൈനസ് d1 ഇൻറ്റു d2 മൈനസ് d1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4d1 d2 എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ എഴുതാം. അപ്പോൾ ലോസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം d2 മൈനസ് d1 ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4d1 d2 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് ലോസ് ഓഫ് എനർജിയുടെ ഡെറിവേഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം.